അതുകൊണ്ട് എനിക്ക് ശരിക്ക് അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. എങ്കിലും വിജയം കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിൽ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാ വിജയങ്ങളും C5 കൂടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. So we are moving on. I request Akila to talk a few words about Muttashi. ഹായ്, എനിക്ക് മുത്തശ്ശി എന്ന് പറയുന്ന ഈ വെബ് സീരീസിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലീല എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നന്ദു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വെബ് സീരീസ് ഉണ്ട്, ഇത് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിച്ച സമയത്ത് നന്ദു ആദ്യം അയച്ചത് നന്ദുവിന്റെ ഷോർട്ട് ഫിലിമിന്റെ ഒരു ലിങ്ക് വിത്ത് സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ കോലം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചത്. അപ്പോൾ രണ്ടും എന്താ പറയാ, ഈ മുത്തശ്ശി പോലെ തന്നെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കോലം. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിലൊരുപാട് ലീല എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. കുറെ ഞാൻ ഇതുവരെ പെർഫോം ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പൊ എന്തുകൊണ്ടും എനിക്കൊരു എൻ്റെ ആക്ടറിന്റെ എൻ്റെ ഗ്രോത്തിന് എനിക്കിത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് എടുത്തതും. അത് നല്ലപോലെ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് എല്ലാവരോടും കുറെ പേരോട് താങ്ക്സ് പറയാറുണ്ട്. എന്താ പറയാ, നമസ്കാരം എല്ലാവർക്കും. നന്ദുവിടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് ഒരു പരിപാടി ചെയ്യുന്നത് വൺ ലൈൻ ഒന്ന് അയക്കുമെന്ന് ചോദിച്ചു. വൺ ലൈൻ അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വായിച്ച ആൾ അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച ആദ്യം കേൾക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് വായിക്കുന്ന ആൾ അതിൻ്റെ അകത്ത് ചില സീക്വൻസ് ഒക്കെ വായിച്ചിട്ട് എന്താണ് ഇങ്ങനെ. അപ്പോൾ ഞാനും അവനും അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഇത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തറയ്ക്കാത്തത് വർക്കാണുള്ള. ഇത് കഴിഞ്ഞ് നന്ദുവിന്റെ വീട്ടിൽ പോയി കഥ കേൾക്കാനായിട്ട്. കഥ കേൾക്കാൻ നന്ദുവിന്റെ വേർഷനായിട്ട് ഇരുന്നിങ്ങനെ പറഞ്ഞു. കാര്യം അത്യാവശ്യം ഹെവി സബ്ജക്റ്റ് ആണ്, പറയുന്ന കാര്യങ്ങൾ ഹെവിയാണ്. പിന്നെ അത് കഴിഞ്ഞുണ്ടായ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലാലേട്ടനും ശ്രീനേട്ടനും കൂടി വാടകയ്ക്ക് വീടെടുക്കാൻ വേണ്ടി കുതിരപ്പൂർ ചേട്ടൻ്റെ അടുത്ത് പോകുന്നൊരു സീനുണ്ട്. എന്നിട്ട് പറയും പൂന്തോട്ടം വേണം, ബെഡ്റൂം വേണം, പൂജാമുറി വേണം, ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വീട് കൊണ്ടേ കാണിക്കും. എത്ര വാടക കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നേരെ പറയും 2000, 1000, 250, 100 എന്ന് പറഞ്ഞാല് എന്ത് ബഡ്ജറ്റിലാണ് ഇത് ചെയ്യുന്നത് ചുമ്മാ വെറുതെ പുള്ളിയോട് ചോദിച്ചു ഡയറക്ടറോട്. ബഡ്ജറ്റ് ചെയ്തിട്ട് ആ സീൻ കേട്ടോ ചെയ്യുന്നതിന്റെ അവസ്ഥ. അതായത് ഇതെല്ലാം ചെയ്യണം, ഇത്രയും ഡിമാൻഡിങ് സബ്ജക്റ്റും വളരെ നിസ്സാര ബഡ്ജറ്റില്. അപ്പൊ ഞാനപ്പോ വന്ന് ഇങ്ങനെ മറ്റേ അതായത് എന്ത് നല്ല നടക്കാത്ത കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു മച്ചാ ചെയ്യല്ലേ, നമുക്ക് പിടിച്ചു നോക്കാം. അപ്പൊ എന്നോട് ഒറ്റ കാര്യമാണ് പുള്ളി പറഞ്ഞത്, നമുക്കങ്ങനെ അധികം ടേക്ക് എടുക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റ ടേക്കില് റെഡിയാക്കിക്കോളണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇന്നുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങളാണ്. അങ്ങനെ തുടങ്ങി ഷൂട്ടിന് ചെന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമ ഷൂട്ടിങ്ങും സത്യം പറഞ്ഞ എല്ലാവരുടെയും ഹിമാലയം കയറുന്ന പോലെ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ പാടുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് നല്ല പാടുകളുള്ള പരിപാടി തന്നെയായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് ഡയറക്ടർ ടീം, അസിസ്റ്റൻസ് ഓരോരുത്തരും, ആർട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരും, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ഓരോരുത്തരും, അവിടെ കിരൺ ചേട്ടനും ബാക്കിയുള്ള പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും, ആക്ടേഴ്സ്, ചേച്ചിയൊക്കെ പറഞ്ഞപ്പോ ചെറുതായിട്ട് പറഞ്ഞു പോയിരുന്നുള്ളൂ. രാവിലെ തന്നെ ഇത്രയുള്ളൊരു നഖം കയ്യിൽ കയറ്റി വെക്കും, അത് ഊരാൻ പറ്റില്ല. ഈ രാവിലെ കയ്യിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം, വേറെ പല പരിപാടികൾ നമുക്ക് ഈ നഖം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എത്രയുള്ള നഖമാണ് ഇങ്ങനെ ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. റഷീദ് മേക്കപ്പ് ടീമിലുണ്ടായിരുന്നു ഓരോരുത്തരും നല്ല കല്ലം പണി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും
മോനും ഈ കുഞ്ഞു മോനും അഖിലയും അമ്മച്ചിയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട്, ഞാൻ ഈ പറയണെന്താ പറയുക, എനിക്ക് ഇതൊക്കെ ഡബിന്റെ സമയത്ത് കണ്ടെങ്കിലും റിസൾട്ട് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ സത്യത്തിൽ ഇവരോടൊക്കെ എന്താ പറയാ സമ്മതിച്ചു കൊടുത്തവര്.